സിജോയും നന്ദനയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സിജോയാണ് നന്ദനയ്ക്ക് കാര്യങ്ങൾ പറയുന്നത്. അവിടെ സിജോ പറയുന്നത് അഭിഷേകിനെ കുറിച്ചാണ്. അഭിഷേക് റാങ്കിംഗ് ടാസ്കിലെ 1-ാം സ്ഥാനത്ത് നിൽക്കാനായിട്ട് ഒട്ടും യോഗ്യനല്ലാത്ത ആളായിരുന്നു എന്നാണ് സിജോ പറയുന്നത്. ഇപ്പോൾ 1-ാം സ്ഥാനം എനിക്ക് കിട്ടണമെന്ന് കരുതിയിട്ടല്ല ഞാൻ അവിടെ 1-ാം സ്ഥാനത്ത് വന്നു നിന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ള പോയിന്റുകൾ പറയാനാണ്. ഞാനവിടെ ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അത്രയും കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനായിട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അഭിഷേക് അവിടെ ഒന്നും മിണ്ടാതെ നിന്നിട്ട് അവസാനം 1-ാം സ്ഥാനത്ത് ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് എന്നാണ് സിജോ പറയുന്നത്. ഒരു സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ വിജയിച്ചിട്ട് കിട്ടിയ 1-ാം സ്ഥാനത്തെ പോലെയാണ് അഭിഷേക് അവിടെ വന്നു നിന്നത്. അവിടെ ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് പരസ്പരം മത്സരിച്ച് സംസാരിച്ച് നേടിയെടുക്കേണ്ടതാണ്. പക്ഷെ അഭിഷേക് അവിടെ ഒരു കാര്യത്തിന് സംസാരിക്കാനായിട്ട് വന്നിട്ടില്ല. അവിടെ വെറുതെ നിൽക്കായിരുന്നു. എന്നിട്ട് അവസാനം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ വിജയിച്ച പോലെ 1-ാം സ്ഥാനത്ത് വന്നു നിന്നു. അതെനിക്ക് ഒട്ടും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് സിജോ പറയുന്നുണ്ട്. പിന്നെ ഞാൻ കരുതി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, ഇത് യോഗ്യതയുള്ള വ്യക്തിയാണോ അവിടെ വന്നു നിന്നത് എന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് പിന്നീട് പോയിട്ട് ഞാൻ ലാസ്റ്റ് പോയിട്ട് നിന്നത്. എനിക്ക് 1-ാം സ്ഥാനം വേണ്ടിയിരുന്നില്ല. അവിടെ ലാസ്റ്റ് പോയി നിന്നാലും എനിക്കതൊരു വിഷയമായിരുന്നില്ല. എനിക്ക് സംസാരിക്കാനായിട്ട് കഴിയണമായിരുന്നു. മാക്സിമം ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് അവിടെ പറയുന്നത് സിജോ. ഒന്നോർക്കുമ്പോൾ അവിടെ സിജോ പറഞ്ഞത് ശരിയാണ്. അഭിഷേക് അവിടെ ഒന്നും സംസാരിച്ചിട്ടില്ല. അതൊരു വാഗ്വാദം നടത്തേണ്ട ഒരു ടാസ്ക് ആയിരുന്നു. അഭിഷേകിന് 1-ാം സ്ഥാനത്ത് എത്താനുള്ള യോഗ്യതകൾ ഒരു 4-5 പോയിന്റ് പറഞ്ഞ് അവിടെ നിന്നു എന്നല്ലാതെ ബാക്കിയുള്ള ഒരാളുടെ പോലും കാര്യത്തിന് അവിടെ സംസാരിക്കുകയോ ഇടപെടുകയോ അഭിഷേക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് സിജോ അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് റാങ്കിംഗ് ടാസ്കിൽ 1-ാം സ്ഥാനം എന്തിനു കൊടുത്തു, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നാണ് സിജോ പറയുന്നത്.